everybody, welcome to One Team is School Future's favorite tuition hub. Yes, നമ്മൾ ക്ലാസ് 11ൽ സോഴ്സസ് ഓഫ് ഫിനാൻസ് പഠിച്ചിട്ടുണ്ടല്ലേ. അതിൽ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സസ് ആയിരുന്നു ഷെയർ ആൻഡ് ഡിബഞ്ചർ എന്നുള്ളത്. അപ്പം ഈ രണ്ട് ടേംസ്, അതായത് ഈ രണ്ട് കോൺസെപ്റ്റ് നമ്മൾ ക്ലാസ് 12ലാകുമ്പം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ആ കോൺസെപ്റ്റ് ക്ലിയർ ആക്കാനാണ് മിസ് ഇപ്പം വന്നിട്ടുള്ളത്. ഒരു ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി ഫണ്ടിൻ്റെ ആവശ്യമുണ്ടല്ലേ. അത് തന്നെ ഒരു പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫണ്ട് തന്നെ അവർക്ക് വേണ്ടി വരും. സോ ആ ഫണ്ട് അവർ പബ്ലിക്കിൽ നിന്ന് തന്നെ ഇൻ ദ ഫോം ഓഫ് ഇക്വിറ്റി ഷെയർ അവർ റൈസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, കമ്പനിക്ക് 10 lakh ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ കമ്പനി ഡിസൈഡ് ചെയ്യും ദാറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാം ആൻഡ് ഫണ്ട് പബ്ലിക്കിൽ നിന്ന് റൈസ് ചെയ്യാമെന്ന്. ഈ 10 lakh സ്മോൾ ഈക്വൽ പാർട്സ് ആയിട്ടായിരിക്കും കമ്പനി ഡിവൈഡ് ചെയ്യുന്നത്. സേ ഒരു 1 lakh ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ 1 lakh, ആ ഒരു പാർട്ടാണ് ഷെയർ എന്ന് പറയുന്നത്. സോ ഈ 1 lakh ആണ് ഒരു ഷെയർ എന്നുണ്ടെങ്കിൽ 10 rupeesനായിരിക്കും ഇവർ പബ്ലിക്കിൽ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ആ 10 rupees എന്ന് പറയുന്നത് ഫേസ് വാല്യൂ അല്ലെങ്കിൽ ഇഷ്യൂ പ്രൈസ് എന്ന് പറയും. കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്തു എന്ന കാര്യം നമ്മളെപ്പോലുള്ള പബ്ലിക് അറിയുവാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ ഷെയർസ് എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യും അഥവാ സബ്സ്ക്രൈബ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ ഒരു കമ്പനിയുടെ 1% ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഷെയർ ഹോൾഡർ മാത്രമല്ല 1% ഓണർഷിപ്പും എനിക്ക് കാണും. ഇനി ഈ ഷെയർ ഹോൾഡേഴ്സിന് റിട്ടേൺ ആയിട്ട് എന്തായിരിക്കും കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ വോട്ടിംഗ് റൈറ്റ്. ഷെയർ ഹോൾഡേഴ്സ് ആണല്ലോ ദ റിയൽ ഓണേഴ്സ് ഓഫ് ദി കമ്പനി എന്ന് പറയുന്നത്. അപ്പം ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള വോട്ടിംഗ് റൈറ്റ് അവർക്ക് കാണും. അതുമാത്രമല്ല പ്രോഫിറ്റിൻ്റെ ഒരു നല്ലൊരു പോർഷൻ തന്നെ അവർക്ക് കിട്ടുന്നതായിരിക്കും, വിച്ച് ഇസ് നോൺ ആസ് ഡിവിഡൻറ്റ്. അപ്പം ഇതാണ് നമ്മുടെ ഷെയർ ക്യാപിറ്റലിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡിബഞ്ചർ എന്ന് നോക്കാം. കമ്പനി റൺ ചെയ്യാൻ വേണ്ടി ഫണ്ട് ആവശ്യം വരും. ആ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഒരു ഓപ്ഷനാണ് ഞാനിപ്പോൾ മുന്നേ പറഞ്ഞ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പക്ഷേ ആ കമ്പനി അതാണ് ഓപ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് ഷെയർ ക്യാപിറ്റലാണ് ഓപ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഓണർഷിപ്പ് ഇങ്ങനെ ഡൈല്യൂട്ട് ആയിക്കൊണ്ടേയിരിക്കും. ചില കമ്പനിക്ക് അത് താല്പര്യം കാണില്ല. അപ്പം മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നതാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് കൊളാട്രൽ സെക്യൂരിറ്റി ചോദിക്കും, ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും ചോദിക്കുന്നത്. അതുപോലെ തന്നെ അത്ര റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനി അല്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് ലോൺ കൊടുക്കാൻ മടിക്കും. സോ അപ്പം വരുന്ന നെക്സ്റ്റ് ഓപ്ഷനാണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. അതായത് പബ്ലിക്കിൽ നിന്ന് തന്നെ ഫണ്ട് റേസ് ചെയ്യുക, അതായത് ലോണായിട്ട് പബ്ലിക്കിൽ നിന്ന് റേസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം കമ്പനിക്ക് 10 lakh ആണ് ആവശ്യമെന്നുണ്ടെങ്കിൽ കമ്പനി വിൽ ഡിസൈഡ് ദാറ്റ് ഇത് ഡിബഞ്ചർ വഴി ഇഷ്യൂ ചെയ്യാം ത്രൂ പബ്ലിക് എന്ന്. ആൻഡ് പബ്ലിക്കിനോട് കമ്പനി ഒരു പ്രോമിസ് ചെയ്യും ദാറ്റ് ഇത് ഞാൻ 10 years കഴിഞ്ഞിട്ട് 12 lakh ആയിട്ട് റീപേ ചെയ്യാമെന്ന്. ഇതാണ് ബേസിക് ഡിബഞ്ചറിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി പബ്ലിക്കിന് റിട്ടേൺ ആയിട്ട് എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ ഇൻട്രസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഷെയറിന് ഡിവിഡൻഡ് ആണ് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇനി ഇതെല്ലാം ഒരു റിട്ടേൺ ഡോക്യുമെൻ്റ് ആയിട്ടായിരിക്കും കാണുന്നത്. അതിനെയാണ് നമ്മൾ ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ആ ഒരു സർട്ടിഫിക്കറ്റിൽ ഡിബഞ്ചറിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും, അതായത് ഇതിൻ്റെ ഫേസ് വാല്യൂ എത്രയാണ്, ടെന്യോർ എന്താണ്, അതുപോലെ തന്നെ റിഡംഷൻ വാല്യൂ എത്രയാണ്, ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, പിന്നെ മെച്ചോറിറ്റി ഡേറ്റ് എന്നാണ് എന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു സർട്ടിഫിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുക. സോ ഷെയർ ആൻഡ് ഡിബഞ്ചർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റാണ്. അത് നിങ്ങൾക്ക് ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇതുപോലുള്ള അടിപൊളി ക്ലാസ്സസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇനിയും അങ്ങോട്ട് ഈ ഒരു ചാനലിലൂടെ കിട്ടാൻ പോകുന്നത്. അതൊന്നും മിസ് ഔട്ട് ആവാതിരിക്കാൻ വേണ്ടി ഇപ്പോഴേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്